Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ചെറിയൊരു ബേക്കിംഗ് ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഓൺലൈനായിട്ട്. അപ്പം എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബേക്കിംഗ്. അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് ബേക്കിംഗ് എപ്പിസോഡ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിനുശേഷം പിന്നെ കുറച്ച് മറ്റുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, കുക്കിംഗ് വീഡിയോസൊക്കെ. എന്നാലും കൂടുതലായിട്ടുള്ളത് എൻ്റെ ചാനലിൽ ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ്. അപ്പം പലരും എന്നോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കേക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ഫ്രോസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ. ഒരുപാട് ആൾക്കാർ ബേക്കിങ്ങിനെ കുറിച്ചൊക്കെ സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ചെറിയൊരു കുറച്ച് പാർട്ടായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണിത്. അപ്പം ഇന്ന് ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് ടൂൾസുകളാണ് കാണിക്കുന്നത്. എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉപയോഗമൊക്കെ നമുക്ക് ഓരോരോ എപ്പിസോഡ്സായിട്ട് ചെയ്യാം. അപ്പം ഒരുപാട് ലെങ്തി ആയി പോകും നമ്മളെ ഈ വീഡിയോ. അപ്പം നമുക്ക് പിന്നെ ഇന്ന് കുറച്ച് ബേക്കിംഗ് ടൂൾസ് പരിചയപ്പെടാം. അപ്പം നമ്മൾ ബേക്കിംഗ് തുടങ്ങുമ്പം തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ ആദ്യം പറയാം. ഒരുപാട് ടൂൾസൊന്നും നമുക്ക് ആദ്യം തന്നെ ബേക്കിംഗ് പഠിക്കുന്ന സമയത്ത്, അതായത് സ്റ്റാർട്ടേഴ്സിന് ഒരുപാട് ടൂൾസൊന്നും ആവശ്യമില്ല. കുറച്ച് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അത് ആദ്യം തന്നെ പറയാം. അത് മതി നമുക്കൊരു കേക്ക്, വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ വീട്ടിലൊരു ചെറിയൊരു ബർത്ത്ഡേക്കൊക്കെ കേക്ക് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഒരുപാട് ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കേക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടേഴ്സിന് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആദ്യം പറയാം. നമ്മൾ ബേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഒന്നാണ് മെഷറിംഗ് കപ്പ്, അതുപോലെ തന്നെ മെഷറിംഗ് സ്പൂണും. കണ്ടില്ല, എൻ്റെ കയ്യിൽ ഇവിടെ 4 കപ്പാണുള്ളത്. ഒന്ന് 1 കപ്പ്, രണ്ടാമത്തത് ഹാഫ്, മൂന്നാമത്തത് 1/4 കപ്പ്, അതായത് 1/4, പിന്നെ 1/3 കപ്പ്. ഇങ്ങനെ 4 കപ്പാണുള്ളത്. ഞാനിവിടെ എൻ്റെ 1 കപ്പ് എന്നുള്ളത് 250 ml ആണ്. ഹാഫ് കപ്പ് 125 ml, 1/3 കപ്പ് എന്ന് പറയുമ്പോൾ അത് 80 ml, പിന്നെ 1/4 എന്നുള്ളത് 60 ml ആണ് ഉള്ളത്. ഇനി മെഷറിംഗ് സ്പൂണ് നോക്കാം. എന്താ ഇവിടെ 1 ടേബിൾ സ്പൂണ്, 15 ml ആണ് 1 ടേബിൾ സ്പൂൺ എന്നുള്ളത്. പിന്നെ ഹാഫ് ടേബിൾ സ്പൂണ്, ഇത് 1 ടേബിൾ സ്പൂണ്, ഹാഫ് ടേബിൾ സ്പൂണ്, 1 ടീസ്പൂണ്, ഹാഫ് ടീസ്പൂണ്. ഇങ്ങനെയാണ് മെഷറിംഗ് സ്പൂണിൻ്റെ അളവുള്ളത്. പിന്നെ അടുത്തതായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു എഗ് ബീറ്ററാണ്. നമ്മൾ സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ അതിലുള്ള എഗ്ഗും ഇതൊക്കെ ബീറ്റ് ചെയ്യണം. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാൽ ഒരിക്കലും നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള ആ കേക്ക് നമുക്ക് കിട്ടില്ല. നമുക്ക് സ്പോഞ്ച് കേക്ക് അല്ലാതെ ബാക്കിയുള്ള കേക്കൊക്കെ നമുക്ക് മിക്സിയിലൊക്കെ അടിച്ച് ചെയ്യാം. ഡേറ്റ്സ് കേക്ക്, ക്യാരറ്റ് കേക്ക്, ഇതൊക്കെ നമുക്ക് മിക്സിയിലടിച്ചിട്ട് നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ സ്പോഞ്ച് കേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എഗ് ബീറ്റർ തന്നെ യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു എഗ് ബീറ്റർ വാങ്ങി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് ടിന്നാണ്. കണ്ടില്ലേ, ഇതുപോലുള്ള ബേക്കിംഗ് ടിന്നൊക്കെ വാങ്ങി വെക്കുക. 6 ഇഞ്ചിൻ്റെയും 7 ഇഞ്ച് 8 ഇഞ്ചിൻ്റെയൊക്കെ ടിന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് 1/2 കിലോൻ്റെയും 1 കിലോൻ്റെയൊക്കെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് എൻ്റെ കയ്യിലുള്ള വേറൊരു മെഷറിംഗ് സ്പൂണിൻ്റെ ഒരു സെറ്റാണ്. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ട്, ഹാഫ് ടേബിൾ സ്പൂൺ ഇല്ല. പിന്നെ 1 ടീസ്പൂണ്, ഹാഫ് ടീസ്പൂണ്, 1/4 ടീസ്പൂണ്, 1/8 ടീസ്പൂണ്, ഇങ്ങനെയാണുള്ളത്. 1/8 ടീസ്പൂൺ എന്ന് പറയുന്നത് 1 പിഞ്ച് എന്ന് പറയുന്നില്ലേ, നമ്മൾ ഒരു നുള്ളു ഉപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടിടുന്നില്ലേ, ആ ഒരു മെഷർമെൻറ്റാണ് 1/8 ടീസ്പൂണിൽ കാണിക്കുന്നത്. എഗ് ബീറ്റർ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ഹാൻഡ് വിസ്കെങ്കിലും കയ്യിൽ വേണം. ഇതിനോട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും എന്നുള്ളൂ. നമ്മൾ നല്ല എഗ് ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ
നല്ലൊരു ഫ്ലഫിയായി കിട്ടും. അപ്പോഴേ കേക്ക് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ അതില്ലെങ്കിൽ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് മിക്സിംഗ് ബൗളാണ്. ഞാനിവിടെ ഗ്ലാസിൻ്റെ മിക്സിംഗ് ബൗളാണ് യൂസ് ചെയ്യാറ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെതോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എഗ്ഗ് ആയാലും അതുപോലെ തന്നെ ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്രീമൊക്കെ ഈ ബൗളിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു അരിപ്പ വേണം. അത് നമുക്ക് ഇങ്ങനെയുള്ള അരിപ്പ യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് സാധാരണ അരിപ്പയും യൂസ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്പാച്ചില വാങ്ങി വെക്കുക. അങ്ങനത്തെ സിലിക്കോണിൻ്റെ സ്പാച്ചിലാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് ബോളിൽ നിന്നൊക്കെ പിന്നെ കേക്ക് ബാറ്ററൊക്കെ നന്നായിട്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് വെക്കാനും പിന്നെ പലതരം മിക്സിങ്ങിനൊക്കെ നമുക്ക് സ്പാച്ചില യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ബ്രഷ്, അത് ഞാൻ കേക്ക് ടിന്നിലൊക്കെ പിന്നെ ഒന്ന് ഗ്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷുഗർ കൊണ്ട് കേക്കൊക്കെ ഒന്ന് വെറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഐസിങ് നൈഫ്, അതൊക്കെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയായാലും നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഡെക്കറേഷന് വേണമെങ്കിൽ അത്യാവശ്യം ഒരു 2 ആദ്യം തന്നെ ചെയ്യുന്ന സ്റ്റാർട്ടേഴ്സൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 2-3 പിന്നെ നോസിൽ ഒന്ന് വാങ്ങിയേക്കുക. ഒന്നിങ്ങനത്തെ റോസസൊക്കെ വരയ്ക്കാൻ പറ്റിയിട്ടുള്ള നോസിൽ, ഇത് വിൽട്ടൻ്റെ 1M എന്നുള്ള നോസിലാണ്. പിന്നെ നമ്മൾ റോസ് ഫ്ലവറൊക്കെ വരയ്ക്കുന്ന ഇതുപോലുള്ളൊരു നോസിലും വാങ്ങിയേക്കാം. ഒരു സൈഡ് വൈഡ്, ഒരു സൈഡ് പിന്നെ കൂർത്തിട്ടുള്ള ഇതുപോലുള്ള നോസിലും വാങ്ങിയേക്കാം. ഈ 2 നോസിൽ കൊണ്ട് തന്നെ നമുക്ക് പലതരം ഫ്ലവേഴ്സും അതുപോലെ തന്നെ സൈഡ് ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് ഐസിങ് ബാഗാണ്. അത് ഇതുപോലുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐസിങ് ബാഗ് കുറച്ച് വാങ്ങിയേക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കി പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയും സാധനമൊക്കെ ഒന്ന് കുറച്ച് വാങ്ങിയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഞാൻ പറയുന്നത്. സ്റ്റാർട്ടേഴ്സിൻ്റെ കയ്യിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട കുറച്ച് ടൂൾസ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ടൂൾസുകളെക്കുറിച്ചും അതുപോലെ തന്നെ റെസിപ്പികളും ബേക്കിംഗ് റെസിപ്പികളൊക്കെ ഇനി അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്താം. വീക്ക്ലി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാവും, മറ്റുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് ബേക്കിംഗ് ടിന്നുകളും നോസിൽസ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പോഞ്ച് കേക്കുകളുടെ റെസിപ്പിയും അതുപോലെ ക്രീമുകൾ അവയുടെയൊക്കെ റെസിപ്പിയൊക്കെ ഇനി അടുത്തുള്ള എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്ത എപ്പിസോഡ് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.